അനുദിന വിശുദ്ധർ ഒക്ടോബർ 30 വിശുദ്ധ അൽഫോൻസ് റോഡ്രിഗസ്. 1531 സ്പെയിനിലെ സെഗോവിയയിൽ ഒരു കുടുംബത്തിലെ 11 മക്കളിൽ മൂന്നാമത്തവനായാണ് വിശുദ്ധ അൽഫോൻസസ് റോഡ്രിഗസിൻ്റെ ജനനം. അദ്ദേഹത്തിന് 11 വയസ്സായപ്പോൾ മൂത്ത സഹോദരൻ്റെ കൂടെ അദ്ദേഹത്തെയും ഒരു ജസ്യൂട്ട് കോളേജിലേക്ക് അയച്ചു. അധികം വൈകാതെ ജസ്യൂട്ട് സന്യാസിമാർ അദ്ദേഹത്തെ തൻ്റെ പിതാവിൻ്റെ നാടായ സെഗോവിയയിൽ ഒരു ദൗത്യവും ഏൽപ്പിച്ച് അയച്ചു. ഇതിൽ അദ്ദേഹം വളരെയേറെ സന്തോഷവാനായിരുന്നു. തൻ്റെ 1 വർഷത്തെ പഠനം പൂർത്തിയായപ്പോൾ തൻ്റെ പിതാവിൻ്റെ മരണത്തിന് മുൻപ് വ്യവഹാരങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി തൻ്റെ വസതിയിലേക്ക് തിരികെ വന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരനാകട്ടെ സ്കൂളിലേക്ക് തിരികെ പോയി. 1557 അദ്ദേഹം നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അതിൽ അവർക്ക് ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും ജനിച്ചു. എന്നാൽ വിരോചിതമായ സഹനങ്ങളിലൂടെ ഈ ആത്മാവിനെ ശുദ്ധീകരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. 5 വർഷത്തിന് ശേഷം വിഭാര്യനായ ഇദ്ദേഹത്തിൻ്റെ പക്കൽ തൻ്റെ 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകൻ മാത്രമായിരുന്നു അവശേഷിച്ചത്. ഈ ദുരിതങ്ങൾ തൻ്റെ പാപങ്ങൾ മൂലമാണ് തനിക്ക് വന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇനി ഒരു ചെറിയ പാപം പോലും ചെയ്യുന്നതിനേക്കാൾ ഈ ലോകത്തിൽ തന്നെ നാരകീയ പീഡനങ്ങൾ സഹിക്കുവാനാണ് ഇഷ്ടം എന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവേഷ്ടത്തിനായി അദ്ദേഹം തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. അതിനുശേഷം പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. 1 വർഷത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മയും മരിച്ചു. ഈ ലോകത്ത് തനിക്കുള്ള ഏക ബന്ധമായ തൻ്റെ മകൻ്റെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി തൻ്റെ ഈ മകൻ എന്നെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവനെ തിരിച്ചെടുത്തുകൊള്ളുവാൻ അദ്ദേഹം ദൈവത്തോട് അപേക്ഷിച്ചു. അധികം താമസിയാതെ അദ്ദേഹത്തിൻ്റെ ഈ അപേക്ഷ ദൈവം സ്വീകരിച്ചു. അൽഫോൺസസ് സെഗോവിയ ഉപേക്ഷിച്ച് വലൻസിയയിലേക്ക് പോയി. അവിടെ വെച്ച് മുൻപ് സെഗോവിയയിൽ വെച്ച് താൻ വളരെയധികം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ജസ്യൂട്ട് സന്യാസിയെ കാണുകയും അവിടെ താമസിക്കുകയും ചെയ്തു. ഈ പുരോഹിതൻ ദൈവസ്നേഹത്തിൽ ആത്മവിശ്വാസം നേടുന്നതിനായി അദ്ദേഹത്തെ സഹായിച്ചു. തനിക്ക് 38 വയസ്സായപ്പോൾ അദ്ദേഹം തന്നെയും ജസ്യൂട്ട് സഭയിൽ ചേർക്കണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ മതിയായ നിർദ്ദേശങ്ങളില്ല എന്ന കാരണത്താലും മോശം ആരോഗ്യസ്ഥിതി മൂലവും അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചു. 2 വർഷത്തോളം അദ്ദേഹം 2 കുടുംബങ്ങളിലെ കുട്ടികളുടെ ആചാര്യനായി ജോലി ചെയ്തു. പിന്നീട് സമർപ്പിച്ച അപേക്ഷ സ്വീകരിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് ജസ്യൂട്ട് സന്യാസ സഭയിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്തു. തൻ്റെ മതപരമായ ജീവിതം മുഖ്യമായും അദ്ദേഹം ചെലവഴിച്ചത് മജോർക്ക ദ്വീപിലെ ഒരു ജസ്യൂട്ട് കോളേജിലെ ചുമട്ടുകാരനായിട്ടാണ്. സ്വതസിദ്ധമായ പൂർണ്ണ എളിമയിലും ദൈവസ്നേഹത്തിലും ജീവിച്ച ഈ വിശുദ്ധൻ്റെ ആത്മീയ ജീവിതമാകട്ടെ മാനസിക പീഡനങ്ങളുടേതായിരുന്നു. ദൈവഹിതത്താൽ കഠിനമായ ഏതു പരീക്ഷണവും സന്തോഷത്തോടും എളിമയോടും സ്വീകരിച്ചിരുന്ന ഈ വിശുദ്ധനെ നാരകീയ ശക്തികൾ നിരന്തരം ശല്യപ്പെടുത്തി. വിശുദ്ധൻ തന്നെ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മടിയിൽ സമർപ്പിച്ചു. പലതരത്തിലുള്ള രോഗങ്ങളാലും മറ്റും ഇദ്ദേഹത്തിൻ്റെ ജീവിതം നരകതുല്യമാക്കിയിട്ടും തൻ്റെ പ്രവർത്തനത്തിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോയില്ല. 1591 അദ്ദേഹത്തിന് 60 വയസ്സായപ്പോഴാണ് ഒരു കട്ടിലിന്മേൽ കിടക്കാനുള്ള അനുവാദം കിട്ടിയത്. അതുവരെ അദ്ദേഹം കസേരയിലും മേശയിലുമായിട്ടാണ് ഉറങ്ങിയിരുന്നത്. പ്രായമായ വൈദികർക്ക് വിശുദ്ധ കുർബാന കാണുവാനുള്ള ഒരു പള്ളിയിൽ അദ്ദേഹം സേവനത്തിലേർപ്പെട്ടു. അവിടെ വെച്ച് അവർ തങ്ങളുടെ ജീവചരിത്രം എഴുതുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 1604 ഒരു മടിയും കൂടാതെ വിശുദ്ധൻ ആ ജോലി ആരംഭിച്ചു. പുതിയ മേലധികാരി തെറ്റിദ്ധാരണയുടെ പേരിൽ അദ്ദേഹത്തെ പലപ്പോഴും ശിക്ഷിച്ചെങ്കിലും അതെല്ലാം തൻ്റെ സഹനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു. തൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: എൻ്റെ മുന്നിലുള്ള ഈ ബുദ്ധിമുട്ടുകളിൽ എന്തുകൊണ്ട് ഞാനൊരു കഴുതയെപ്പോലെ പെരുമാറിക്കൂടാ? തന്നെക്കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ കഴുത ഒന്നും പറയുകയില്ല. തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവനൊന്നും പറയില്ല. ആരെങ്കിലും തന്നെ അവഗണിച്ചാൽ കഴുത ഒന്നും തിരിച്ചു പറയില്ല. അവന് ആരെങ്കിലും ഭക്ഷണം കൊടുക്കാതിരുന്നാൽ അവനൊന്നും പറയില്ല. അവനെ ആരെങ്കിലും നിന്ദിച്ചാൽ അവൻ മറുത്തൊന്നും പറയില്ല. 1617 വിശുദ്ധ അൽഫോൻസസ് മരണമടഞ്ഞു. ഇതിനോടകം തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു വിശുദ്ധൻ എന്ന നിലയിൽ കാണുകയും സ്നേഹിക്കുകയും ചെയ്തു.
1925 അദ്ദേഹം വിശുദ്ധന്മാരുടെ പട്ടികയിലേക്ക് നാമകരണം ചെയ്യപ്പെട്ടു. 1888 ലിയോ 13 മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അത്ഭുത പ്രവൃത്തികൾ അംഗീകരിക്കുകയും വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു.